മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് ദ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിന്റെ സംഗീത സാന്ദ്രമായ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 14-ാം രാവിലെ ഈ എപ്പിസോഡ് മുതൽ നമുക്കൊരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. മാപ്പിളപ്പാട്ട് ലോകത്തിലെ പ്രഗത്ഭയായ പ്രശസ്തയായ ഗായിക ശ്രീമതി റംല ബീഗം. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാം. നമ്മുടെ ഈ 14-ാം രാവ് എന്ന് പറഞ്ഞ ഈ റിയാലിറ്റി ഷോനെ കുറിച്ചിട്ട് എന്താണ് മാമിൻ്റെ ഒരു അഭിപ്രായം? മീഡിയ വൺ 14-ാം രാവ് അത് നിലാവ് ഉദിച്ചു നിൽക്കുന്നത് പോലെ 14-ാം രാവിലെ ആ നിറവോടുകൂടി തന്നെ ആ ഐശ്വര്യത്തോടു കൂടി തന്നെ അങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. പിന്നെ ഗായകരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്നിനൊന്ന് ബെറ്ററാണ്. നന്നായി പാടുന്ന കുട്ടികളാണ്. അവരെ സഹായിക്കുന്നത് നമ്മുടെ ഓർക്കസ്ട്രയാണ്. ഓർക്കസ്ട്ര വളരെ അവർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. വളരെ നല്ല ഓർക്കസ്ട്ര. പിന്നെ ജഡ്ജസിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, നല്ല തഴക്കവും പഴക്കവും വന്ന ജഡ്ജസാണ്. എന്തായിരുന്നാലും എല്ലാം കൊണ്ടും ഈ 14-ാം രാവ് ഭയങ്കരമായി വിജയിക്കട്ടെ, ഉന്നത സ്ഥാനത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഈ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു റംലത. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇശൽ തനിമയിൽ ആദ്യമായി നമുക്ക് വേണ്ടി പാടാനെത്തുന്നു മൊഹസിൻ. വിശ്വാസമൊട്ടുണർവീ
വെളിവാൽ തിരുസംഗതിയാൽ ഇറങ്ങിട സൂറത്ത് തപ്പത്ത് താമേ വെളിവാൽ തിരുസംഗതിയാൽ ഇറങ്ങിട സൂറത്ത് തപ്പത്ത് താമേ വെളിവാലടവിമ്മസത്തോളം ഓതിയ കാലമിതേ അവനത് വികടാൻ പതിമക്കളുമാലും കൂട്ടി ഹലാക്കണവേ തനവനവാളം ഉൾപ്പെടവേ വെളിത്താർ നേരിട്ട് റസൂൽ കഅബുബ്നുൽ അയ്യനും അബ്ദു മനാഫും ബിൻദാത്തു ശംസു വഹാശിമും അബ്ദുൽ മുത്വലിബും അവരുടെ കണപുത്തിരരെ ഉമതൊത്ത് തരിത്തിടുവേ മനവിശ്വാസമുറ്റുണർവേ വെളിത്താർ നേരിട്ട് റസൂൽ കഅബുബ്നുൽ അയ്യനും അബ്ദു മനാഫും ബിൻദാത്തു ശംസു വഹാശിമും അബ്ദുൽ മുത്വലിബും അവരുടെ കണപുത്തിരരെ ഉമതൊത്ത് തരിത്തിടുവേ മനവിശ്വാസമുറ്റുണർവേ. ഹായ് മുഹസിൻ, ഹായ്. എങ്ങനെ പാടി? നന്നായിട്ട് ലയിച്ച് പാടിയോ? പാടാൻ പറ്റി. ഏ? ലയിച്ച് പാടാൻ പറ്റി. ലയിച്ച് പാടാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ നമ്മള് സാറ്റിസ്ഫൈഡ് ആണ് പാടിയല്ലേ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം സാറിന്റെ അടുത്ത്. എന്നാ ചോദിച്ചു. ഓക്കെ, ഈ പാട്ടിന്റെ ഹിസ്റ്ററിയും കമന്റ്സും. ഓക്കെ, അതെ. ഫൈസൽ സർ. ഞാൻ ഊഹിക്കുന്നത് മുഹസിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ്. അറിഞ്ഞിരിക്കേണ്ട ആളാണ് മുഹസിന്. ഇത് മോയിൻകുട്ടി വൈദ്യരുടെ ഹിജ്റയിലെ പാട്ടാണ്. ഈ പാട്ട് പാടിയത് മുമ്പൊക്കെ ഒരുപാട് ആളുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് അഫ്സൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അഫ്സലിൻ്റെ പാട്ടാണോ കേട്ടത്? അഫ്സലിനല്ല, അല്ല, അഫ്സൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഇശൽ പുളകം എന്ന് പറഞ്ഞൊരു ആൽബത്തിൽ, ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഇശൽ പുളകം എന്ന ആൽബത്തിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഒരുപാട് ട്രഡീഷണൽ സോങ്സ് ആണ് ആ ആൽബത്തിലുള്ളത്. രഹനയൊക്കെ അതിൽ പാടിയിട്ടുണ്ട്. കണ്ണൂർ ഷെരീഫ്, രഹന, അവരൊക്കെ പാടിയിട്ടുണ്ട്. ഇത് മോയിൻകുട്ടി വൈദ്യരുടെ അവസാനത്തെ കൃതിയാണ് ഹിജ്റ. ഹിജ്റ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇതിൽ 26 പാട്ട് എഴുതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 26ാമത്തെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ കൃതി പൂർത്തിയാക്കുന്നത്, ബാക്കിയൊക്കെ. അതുകൊണ്ട് തന്നെ വിശ്വസാഹിത്യത്തിലും മകൻ്റെ മരണശേഷം പിതാവ് പൂർത്തിയാക്കിയ ഒരു കാവ്യം ഹിജ്റയാണെന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ ഒരു രചനാശൈലിയാണ്. ഇതിൽ പറയുകയാണ്, വെളിത്താർ നേരിട്ട് റസൂൽ കഅബുബ്നുൽ അയ്യ ഹാഷിം അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെ ഈ ആളുകളൊക്കെ സത്യമാർഗത്തിലേക്ക് നയിക്കുകയാണ്. പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല. പിന്നീട് നബി ഇവരെ സഫാ മലയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ക്ഷണിക്കുമ്പോൾ നീ എന്താണ് പറയുന്നത് എന്നാണ് അബൂലഹബ് ചോദിക്കുന്നത്. എന്നിട്ട് കല്ല് എടുത്ത് എറിഞ്ഞു എന്നാണ്. ആ സമയത്താണ് ഖുർആനിലെ തബ്ബത്ത് എന്ന സൂറത്ത് ഇറങ്ങുന്നതെന്നാണ്. അബൂലഹബിൻ്റെ 2 കൈകളും നശിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ചരിത്രം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം പറയുന്ന കൃത്യമായിട്ട് ഒരു ഓർഡറിൽ തന്നെ അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഈ പാട്ട് ഒരു കഥ പറയുന്നത് പോലെ. ഇനി ഞാനതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് പറയുകയാണെങ്കിൽ അഫ്സൽ പാടിയത് വെച്ചാണെന്നാണ് എൻ്റെ ധാരണ. കാരണം വേറെ അല്ല, അഫ്സലിൻ്റെ പാട്ടാണ്. മോനും അഫ്സൽ ഒരേപോലെയാണ് പാടിയത്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ അഫ്സലിൻ്റെ പാട്ടാണ് ഇത് കൃത്യമായിട്ട് മോനത് കേട്ടതെന്നാണ്. ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അഫ്സലാണെന്ന്. അപ്പോൾ അത് തന്നെയാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അക്ഷരങ്ങളൊക്കെ വളരെ വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് അറബി അക്ഷരങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മോശമില്ലാതെ നല്ലൊരു കമൻ്റ് കേട്ടല്ലേ? താങ്ക് യു സർ. ഇനി നമുക്ക് ഷാൻചാനോട് ചോദിക്കാം. തീർച്ചയായിട്ടും. ഷാൻ സർ. മുഹസിൻ, ഹായ്. നമ്മൾ ജഡ്ജസിൻ്റെ ജോലി കൂടുതൽ ബുദ്ധിമുട്ടായി വരികയാണ്. കാരണം എല്ലാവരും ഇപ്പം നല്ലോണം പാടാൻ തുടങ്ങിയിട്ടുണ്ട്. മുഹസിൻ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ എപ്പിസോഡിൽ നിന്ന് ഈ ഒരു ജേണി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഞാൻ തെറ്റായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. താങ്ക് യു സർ. നല്ലത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഫീലുണ്ട്, അതുപോലെ ആക്ഷൻസ് എല്ലാം നന്നായിരുന്നു. ഞാൻ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പം നല്ലൊരു കമൻ്റ് കേട്ടല്ലേ? ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് പാട്ട്. അപ്പോൾ നമുക്കിനി രഹന ചേച്ചിയുടെ കമൻ്റ് അറിയാം. രഹന ചേച്ചി. മൊഹസിൻ, ഹായ്. നന്നായി പാടി. താങ്ക് യു സർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു ആ ശബ്ദത്തിലേട്ടാ. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല ട്യൂണല്ലേ?
മോഹസിൻക്കാണെന്ന് തോന്നുന്നത് ഈ പാട്ടിൻ്റെ. എവിടുന്ന അത് എങ്ങനെ പഠിച്ചത്? എൻ്റെ ഒരു സാറാണ് വഹീദ് എന്ന് പറഞ്ഞ എൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ ഗുരുനാഥനാണ്. ആ വഹീദ് മാഷ് മൂപ്പര് പഠിപ്പിച്ചു തന്നതാ. വാഹിദ് എന്നാണോ സാറിൻ്റെ പേര്? വഹീദ് വഹീദ് അല്ലേ? ആ ഓക്കെ ഓക്കെ. ആ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത തോന്നാൻ കാരണം മോഹസിൻ ഒരു എൻ്റെ ഒക്കെ ചെയ്യുന്നിടത്തൊക്കെ നല്ല ഫീൽ ഉണ്ട് കേട്ടോ വോയിസിൽ. നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം അത്. അപ്പോൾ അത് കളയരുത്, അത് കീപ്പ് ചെയ്യണം, എപ്പോഴും അത് സൂക്ഷിക്കണം ഓരോ സോങ് പാടുമ്പോഴും. പിന്നെ നല്ലൊരു കഴിഞ്ഞ സോങ്ങിലൊന്നും ഉള്ളൊരു ആളല്ല ഇപ്പോൾ മോഹസിൻ, ഒത്തിരി മാറി. അപ്പം ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റെഹന ചേച്ചി. ഇനി നമുക്ക് ഒരാളുടെ അല്ലേ കമൻറ്റും കൂടി അറിയാനുണ്ട്. ആരുടെയാ? റംലത്തയുടെ. ഓക്കെ റംലത്ത. ഹുസൈൻ ഹായ്. മോൻ നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു. തന്നെയല്ല അക്ഷരങ്ങളൊക്കെ നല്ല സ്ഫുടതയുണ്ടായിരുന്നു. നമ്മളൊക്കെ പാടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് സ്ഫുടതയുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാണ് മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും നല്ല സ്ഫുടതയുണ്ടായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. മാപ്പിളപ്പാട്ടിൻ്റെ ആ തനിമ നഷ്ടപ്പെടുത്താതെ വളരെ കൃത്യമായി പാടിയിട്ടുണ്ട്. ശബ്ദവും വളരെ നല്ലതാണ്. ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, മോശമില്ല, നന്നായിട്ടുണ്ട്. താങ്ക് യു റംലത്ത. അപ്പോൾ ഒരുവിധം മോശമില്ലാത്ത കമൻസ് ആണ് കേട്ടെ. റെക്കോർഡിസ്റ്റ് ആയ കാരണം സ്റ്റുഡിയോയിൽ പാടി നോക്കിയിട്ടുണ്ടോ ഈ പാട്ട്? പാടുന്നതിനല്ലേ? ഇത് പാടിയില്ല, സ്റ്റുഡിയോയിൽ വേറെയുള്ള പാട്ട് പാടിയിട്ടില്ല. ഈ പാട്ട് പാടി നോക്കിയിട്ടില്ല അല്ലേ? പാടില്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ളത് നമ്മുടെ മാർക്സ് ആണ്. ഓക്കെ, ചോദിക്കാം. ടെൻഷൻ ഉണ്ടോ? ഇല്ല, എന്ന് ടെൻഷനില്ല. ഒരുവിധം എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? ഐ ഡോണ്ട് നോ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ. ഫൈസൽ സർ എത്ര മാർക്ക്? പറയുന്നില്ല. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഷാൻചേട്ടനോട്. മോഹസിൻ 26 ഔട്ട് ഓഫ് 30 26 മാർക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല അല്ലേ? ഓക്കെ രഹനു ചേച്ചി. ഞാനും 26. ഓക്കെ, ഔട്ട് ഓഫ് 30 26 മാർക്സ് ആണ് രഹനു ചേച്ചി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് റംലത്ത ഔട്ട് ഓഫ് 10. റംലത്ത ഓക്കെ, 10 7 മാർക്ക്. അപ്പോൾ ഔട്ട് ഓഫ് 10 റംലത്ത് നൽകിയിരിക്കുന്ന മാർക്ക് 7 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് 70 59 മാർക്സ് ആക്കി ഇട്ടിരിക്കുന്നത്. കുഴപ്പമില്ല അല്ലേ? ഇനി നമ്മുടെ ഫൈസൽ സാറിൻ്റെ മാർക്കും കൂടി ആവുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നെക്സ്റ്റ് പെർഫോമൻസിന് ഒന്നും കൂടി കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നല്ലൊരു പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വരും അല്ലേ? ഓക്കെ, നമുക്ക് കാണാം. താങ്ക് യു. ഡാൻസ് മാസ്റ്റർ മൂസിന്റെ ഒരു 1.5 വരത്താണ് നമ്മൾ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ഇത് നന്നായി പാടാൻ കഴിഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഫീൽ ചെയ്ത് പാടാൻ കഴിഞ്ഞു. ജഡ്ജസിന്റെ കമന്റ്സ് നല്ല കമന്റ്സ് ആയിരുന്നു. നല്ല കമന്റ്സ് ആയിരുന്നു. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് കേട്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും. സോ ഇതുപോലെ നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പാടാൻ ശ്രമിക്കുക. അതെ. സോ കൂട്ടുകാരന് ഡാൻസ് ആണോ ഇഷ്ടം, പാട്ടാണോ ഇഷ്ടം? പാട്ടാണ് ഇഷ്ടം. ഡാൻസറും കൂടിയല്ലേ? അതെ, നല്ല പെർഫോമൻസ്. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. അതിനെക്കാട്ടി നന്നായി പാടാൻ കഴിഞ്ഞോ? നന്നായി പാടാൻ കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്.